നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സസ്നേഹം സാദരം സ്വാഗതം. 2013 ഡിസംബർ മാസം 19 മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രമായ ദൃശ്യം റിലീസാകുന്നത്. ഇതാ 10 വർഷങ്ങൾക്ക് ശേഷം 2023 ഡിസംബർ മാസം 21 ജിത്തു ജോസഫിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ, അത് മോഹൻലാൽ ചിത്രമായ നേര് റിലീസാവുകയാണ്. മലയാളത്തിലെ ഏറ്റവും നല്ല തിരക്കഥയാണ് ദൃശ്യം. അതുപോലെ തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും നല്ല തിരക്കഥയാകും നേര് എന്നും പ്രേക്ഷകർ വിശ്വസിക്കുന്നു. ദൃശ്യത്തിലൂടെ നേരിലേക്ക് വന്ന ജിത്തു ജോസഫിൻ്റെ തിരക്കഥകളുടെ കഥയാണ് ഇക്കുറി തിരക്കഥയുടെ രീതിശാസ്ത്രം ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏതാണ്ട് 2003 ദൃശ്യം എന്ന സിനിമയുടെ ത്രെഡ് ജിത്തു ജോസഫിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. രണ്ടുപേർ തമ്മിൽ നടന്ന സംഭാഷണം ജിത്തു ജോസഫ് തീർത്തും അവിചാരിതമായി കേൾക്കാനിടയായി. അവർ പറഞ്ഞത് 2 കുടുംബങ്ങളുടെ കഥയാണ്. ആ 2 കുടുംബങ്ങളുടെയും ഭാഗത്ത് ശരികളുമുണ്ട്, തെറ്റുകളുമുണ്ട്. ഒരു പ്രത്യേക സിറ്റുവേഷനിലൂടെ കോർത്തിട്ടതാണ് ആ കഥ. തിരികെ വീട്ടിലെത്തിയ ജിത്തു ജോസഫ് തൻ്റെ പേനയും പേപ്പറും എടുത്ത് അവർ പറഞ്ഞ കഥ എഴുതി തുടങ്ങി. ഇതൊരു നല്ല ഹിറ്റ് സിനിമയുടെ ത്രെഡാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. എഴുതി വികസിച്ചു വരുംതോറും ഇതൊരു മെലോ ഡ്രാമയാവുമോ എന്ന സംശയം ജിത്തു ജോസഫിനുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഈ ത്രെഡ് പറഞ്ഞു. ഭാര്യയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതൊരു നല്ല സിനിമയായിരിക്കുമെന്ന്. അങ്ങനെയാണ് ഈ കഥ കൂടുതൽ വികസിച്ചു വന്നത്. ഇതിലെ നായകനായ മോഹൻലാലിനെ അദ്ദേഹം ആദ്യം ഡിറ്റക്റ്റീവ് നോവലിസ്റ്റാക്കിയാണ് മാറ്റിയത്. എന്നാൽ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ശരിയാവുകയില്ലെന്ന് കണ്ടപ്പോൾ അതിലെ നായക കഥാപാത്രത്തിന് കേബിൾ TV ഓപ്പറേറ്ററുടെ റോള് നൽകി. മോഹൻലാലിൻ്റെ ഭാഗത്തും IG-യുടെ ഭാഗത്തും ന്യായങ്ങളുണ്ട്. IG-ക്ക് നഷ്ടപ്പെട്ടതാകട്ടെ തൻ്റെ എല്ലാമായ മകനെയും. ഇതാണ് ആ ചിത്രത്തിൻ്റെ കൺഫ്യൂഷൻ. ജിത്തു ജോസഫ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ദൃശ്യത്തിലെ പല സീനുകളും താനല്ല എഴുതിയത്, ദൈവമാണ് എഴുതിയതെന്ന്. അതിന് അദ്ദേഹം പ്രശസ്തനായ ഗാനരചയിതാവും കവിയുമായ വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വാക്കുകളാണ് കടമെടുത്തിട്ടുള്ളത്. പലപ്പോഴും ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ താൻ എഴുത്തുകാരൻ മാറി നിൽക്കുകയും ദൈവം ഇടപെടുകയും ചെയ്യും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദൃശ്യം എന്ന സിനിമ ജനിക്കുന്നത്. ദൃശ്യത്തിൻ്റെ തിരക്കഥ യഥാർത്ഥത്തിൽ ജിത്തു ജോസഫ് എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ സഹസംവിധായകന് വേണ്ടിയായിരുന്നു. സഹസംവിധായകൻ്റെ ആവശ്യം പ്രമാണിച്ചായിരുന്നു ആ ഒരു തിരക്കഥ എഴുത്. ഏറ്റവും നല്ലൊരു തിരക്കഥ തൻ്റെ സഹസംവിധായകന് ചെയ്തു കൊടുക്കണമെന്ന ആഗ്രഹമായിരുന്നു അതിന് പിന്നിൽ. എന്നാൽ തിരക്കഥ പൂർത്തിയാക്കി സഹസംവിധായകന് കൊടുക്കുമ്പോൾ ഇത്തരമൊരു ചിത്രമെടുക്കാനുള്ള കോൺഫിഡൻസ് തനിക്കില്ലെന്ന് സഹസംവിധായകൻ തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് ഈ ചിത്രം, അതായത് ദൃശ്യം, സ്വയം സംവിധാനം ചെയ്യാൻ ജിത്തു ജോസഫ് തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ജിത്തു ജോസഫ് മാനിപ്പുലേറ്റ് ചെയ്തത്, ദൃശ്യം എന്ന തിരക്കഥ മാനിപ്പുലേറ്റ് ചെയ്തത് മനുഷ്യൻ്റെ ഓർമ്മയെയാണ്. കൊലപാതകം നടന്ന ദിവസം താൻ തൊടുപുഴയിൽ താനും കുടുംബവും ധ്യാനം കൂടുകയായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ മോഹൻലാൽ ഈ ചിത്രത്തിൽ ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ പ്രേക്ഷകർ തന്നെ ആ കൺഫ്യൂഷനിലെത്തിച്ചേരുകയാണ്. അതായത് കൊലപാതകം നടന്ന ദിവസം മോഹൻലാലും കുടുംബവും തൊടുപുഴയിലായിരുന്നു എന്നത്. ഇതിനെക്കുറിച്ച് ജിത്തു ജോസഫിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു സിറ്റുവേഷൻ താൻ എഴുതിയത് വളരെ സങ്കീർണമായ മനസ്സോടെയാണെന്ന്. എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ എഴുതിയതെന്ന് അദ്ദേഹത്തിന് പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെയാണ് അദ്ദേഹം ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് പറയുന്നത്. വളരെ ദുർബലമായ ഒരു ത്രെഡായിരുന്നു ഈ ഭാഗത്ത് അദ്ദേഹം വികസിപ്പിച്ചു കൊണ്ടുവന്നത്. ആരാലും വിശ്വസിക്കാത്ത ഒരു കഥ. അതായത് ഒരു കൊലപാതകം ചെയ്ത ശേഷം തൊടുപുഴയിൽ ധ്യാനം കൂടാൻ പോയിരുന്നു എന്ന് വരുത്തി തീർക്കുക. അതിന് തൻ്റെ മക്കളെയും തൻ്റെ ഭാര്യയെയും സജ്ജമാക്കുക. നായക കഥാപാത്രം അങ്ങനെ വരുത്തി തീർക്കുക. അങ്ങനെ വരുത്തി തീർക്കുന്നതിലൂടെ പ്രേക്ഷകർ വിശ്വസിക്കുന്നു തങ്ങൾ ആ ദിവസം, കൊലപാതകം നടന്ന ദിവസം തൊടുപുഴയിലായിരുന്നുവെന്ന്. ഇത്തരത്തിലുള്ള ഓർമ്മകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന തിരക്കഥകൾ മലയാളത്തിൽ കുറവാണ്. അതായത് കള്ളം പറഞ്ഞ് കള്ളത്തിലൂടെ മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന മാനിപ്പുലേഷൻ. ഇതാണ് ഇവിടെ ജിത്തു ജോസഫ് നടത്തിയത്. ഇത്തരം സീനുകൾ ചിലപ്പോൾ ദുർബലമായി പോവുകയും ഒരു നൂല് പോലെ എളുപ്പം പൊട്ടിപ്പോവുകയും ചെയ്യാം. എന്നാൽ അങ്ങനെ ഒന്നും ദൃശ്യത്തിൽ സംഭവിച്ചില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഈ സീൻ
മലയാളത്തിലെ ഏറ്റവും നല്ല തിരക്കഥയുടെ ഉദാഹരണമായി പിന്നീട് പ്രശസ്തരായ പല തിരക്കഥാകൃത്തുക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നന്മ മാത്രം കൈമുതലായുള്ള മനുഷ്യനാണല്ലോ ഈ ചിത്രത്തിലെ നായകനായ ജോർജ് കുട്ടി. ജോർജ് കുട്ടിയോട് IG സംസാരിക്കുമ്പോൾ ജോർജ് കുട്ടിയുടെ മനസ്സിലുള്ളതെല്ലാം അറിയാതെ പുറത്തു വരുമോ എന്ന സംശയം പ്രേക്ഷകരോടൊപ്പം തന്നെ ജിത്തു ജോസഫിനും ഉണ്ടായിരുന്നു. ഇവിടെയും അദ്ദേഹം പറയുന്നത് താൻ വളരെ കൺഫ്യൂഷ്യസ് ആയി എന്നാണ്. മകനെ തങ്ങൾ കാത്തിരിക്കണമോ എന്ന് IG ചോദിക്കുമ്പോൾ നന്മ മാത്രം ശീലിച്ച ജോർജ് കുട്ടി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമോ എന്ന സംശയം സംവിധായകനായ തിരക്കഥാകൃത്തായ ജിത്തു ജോസഫിനുണ്ടായിരുന്നു. കോളിംഗ് ബെല്ലടിക്കുമ്പോഴും ഫോൺ ബെല്ലടിക്കുമ്പോഴും ഇത് മകനായിരിക്കുമോ എന്ന് തങ്ങൾ സംശയിക്കുന്നു എന്ന് IG പറയുമ്പോഴും ഇതേ കൺഫ്യൂഷനുണ്ടായി. അപ്പോഴാണ് ജോർജ് കുട്ടി എല്ലാം തുറന്നു പറഞ്ഞെങ്കിലോ എന്ന് സംശയം ജിത്തു ജോസഫിന് വരുന്നത്. അങ്ങനെ മോഹൻലാലിൻ്റെ നായക കഥാപാത്രം IG പറയുന്നതായി ജിത്തു ജോസഫ് എഴുതി, നിങ്ങൾ ആ ഫോൺ ഓഫ് ചെയ്യൂ എന്ന്. അപ്പോൾ ആ സീനിൽ എന്തോ ഒരു കൃത്രിമത്വം ജിത്തു ജോസഫിന് അനുഭവപ്പെടുകയാണ്. അങ്ങനെയാണ് നടന്ന സംഭവം, യഥാർത്ഥ സംഭവം ഇൻഡയറക്റ്റായി പറയാൻ തീരുമാനിക്കുന്നത്. ഈ ഭാഗത്തെ ഡയലോഗുകൾ വളരെ കാച്ചിക്കുറുക്കിയാണ് ജിത്തു ജോസഫ് എഴുതിയത്. ഇവിടെയും ഒരു തരി വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു ചരട് പോലെ അത് പൊട്ടിപ്പോകുമായിരുന്നു. അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ ജിത്തു ജോസഫ് സൂക്ഷിച്ചു. പിന്നീട് ദൃശ്യത്തിൻ്റെ തിരക്കഥയും ദൃശ്യമെന്ന സിനിമയും നടത്തിക്കൊണ്ടു പോകുന്നത് മോഹൻലാൽ എന്ന മലയാളത്തിൻ്റെ ഭാഗ്യമാണെന്ന് ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട്. പാലിൽ പഞ്ചസാര പോലെയാണ് മോഹൻലാൽ എന്നാണ് ഒരു ഘട്ടത്തിൽ ജിത്തു ജോസഫ് അതിനെ വിശേഷിപ്പിച്ചത്. ദൃശ്യത്തിനെ മുന്നോട്ട് നടത്തിച്ചത് പൂർണ്ണമായും മോഹൻലാൽ എന്ന കഥാപാത്രമാണ്. ആദ്യം ഈ ചിത്രത്തിൻ്റെ തിരക്കഥ അദ്ദേഹം ജിത്തു ജോസഫ് പറയുന്നത് മമ്മൂട്ടിയോടാണ്. മമ്മൂട്ടിക്ക് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ വളരെയധികം ഇഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് ആ സമയത്ത് ഡേറ്റില്ലായിരുന്നു. മീന എന്ന നായിക കഥാപാത്രത്തോട് ഇങ്ങനെ ഒരു കഥാപാത്രമുണ്ടെന്ന് സജസ്റ്റ് ചെയ്യുന്നത് മമ്മൂട്ടിയാണ്. മോഹൻലാൽ ഈ ചിത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് എന്ന് ജിത്തു ജോസഫ് പറയുന്നു. തൻ്റെ തിരക്കഥ പൂർത്തിയാക്കാൻ തനിക്ക് ഇത്രയും നല്ലൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞതും മോഹൻലാലിൻ്റെ അപാരമായ പ്രതിഭാശക്തി കൊണ്ടാണ്. സംവിധായകൻ്റെ നടനാണ് മോഹൻലാൽ എന്നാണ് ജിത്തു ജോസഫ് വിശേഷിപ്പിക്കുന്നത്. ഇത്രയും ഫ്ലെക്സിബിളായ മറ്റൊരു നടനില്ലെന്നും ജിത്തു ജോസഫ് പറയുന്നു. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സംശയമൊന്നും കൂടാതെ തന്നെ ഇക്കാര്യം ഉറപ്പിക്കാൻ കഴിയും. ജോർജ് കുട്ടി മറ്റൊരാളല്ല, ജോർജ് കുട്ടി നമ്മളിലൊരാൾ തന്നെയാണ്. നമ്മുടെ കുടുംബത്തിലാണോ ഇങ്ങനെ സംഭവിച്ചത് എന്ന സംശയം നമുക്ക് പലപ്പോഴും ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ പെൺകുട്ടിക്കാണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മകനാണോ ഈ ഒരു സംഭവം ഉണ്ടായത് എന്ന സംശയവും നമുക്കുണ്ടായി. കോയിൻസിഡൻസുകളുടെ ഒരു ഘോഷയാത്രയാണ് ദൃശ്യം എന്ന സിനിമ. യഥാർത്ഥത്തിൽ മോഹൻലാലിന് വേണ്ടിയല്ല, മമ്മൂട്ടിക്ക് വേണ്ടിയാണല്ലോ ഇതിൻ്റെ തിരക്കഥ ആദ്യം അദ്ദേഹം തയ്യാറാക്കിയത്. മമ്മൂട്ടിക്ക് നിരവധി പ്രോജക്റ്റുകൾ കാരണം യഥാസമയം അത് ചെയ്യാൻ കഴിയാതെ വന്നു. അങ്ങനെ മമ്മൂട്ടിയുടെ തന്നെ പെർമിഷനോടുകൂടി അത് മാറ്റിവെക്കുകയാണ് അദ്ദേഹം ചെയ്തത്. എന്നിട്ട് ജിത്തു ജോസഫ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാവായ ആൻ്റണി പെരുമ്പാവൂരിനെ വളരെ യാദൃച്ഛികമായി ഒരു ലൊക്കേഷനിൽ വെച്ച് കാണുന്നു. ദൃശ്യം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാനല്ല ജിത്തു ജോസഫ് ആൻ്റണി പെരുമ്പാവൂരിനെ കണ്ടത്. എറണാകുളത്ത് മോഹൻലാലിൻ്റെ ഒരു ലൊക്കേഷനിൽ ചെന്ന് മറ്റൊരു ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ ആൻ്റണി പെരുമ്പാവൂരിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിർമ്മാതാവല്ല പ്രശ്നം, കഥയാണ് പ്രശ്നമെന്ന്. നിർമ്മാതാവ് നമ്മുടെ കയ്യിലുണ്ട്, നല്ലൊരു കഥയുടെ ആവശ്യമുണ്ട് എന്ന്. അപ്പോഴാണ് തൻ്റെ മനസ്സിലുള്ള ദൃശ്യം എന്ന സിനിമയുടെ കഥ ജിത്തു ജോസഫ് ആൻ്റണി പെരുമ്പാവൂരിനോട് പറയുന്നത്. ആൻ്റണി പെരുമ്പാവൂർ വളരെ സശ്രദ്ധം ആ കഥ കേട്ടിരുന്നു. ത്രെഡ് കേട്ടാൽ എളുപ്പം മനസ്സിലാവുന്നയാളാണ് ആൻ്റണി പെരുമ്പാവൂർ. ആൻ്റണി പെരുമ്പാവൂർ കഥ കേട്ടാൽ മോഹൻലാൽ കഥ കേൾക്കുന്നത് പോലെ തന്നെയാണ്. കഥ പൂർണ്ണമായും കേട്ട് കഴിഞ്ഞപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ ജിത്തു ജോസഫിനോട് പറഞ്ഞു, ഈ ചിത്രം നമുക്ക് ചെയ്യാം എന്ന്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദൃശ്യം എന്ന സിനിമ ജനിക്കുന്നത്. പിറ്റേന്ന് വീണ്ടും ജിത്തു ജോസഫ് ആ ലൊക്കേഷനിലേക്ക് ചെല്ലുകയാണ്. മോഹൻലാലുമായി സംസാരിക്കാനുള്ളൊരവസരം അദ്ദേഹത്തിന് കിട്ടിയില്ല. പക്ഷേ മോഹൻലാലിനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ അദ്ദേഹം ജിത്തു ജോസഫിനോട് പറഞ്ഞു, തൻ്റെ കഥ കൊള്ളാം എന്ന്. അതായത് തലേന്ന് താൻ ആൻ്റണി പെരുമ്പാവൂരിനോട് പറഞ്ഞ കഥ അദ്ദേഹം മോഹൻലാലുമായി ഡിസ്കസ് ചെയ്തിരിക്കുന്നു. മോഹൻലാൽ ചിത്രം കമ്മിറ്റ് ചെയ്തു. ഇങ്ങനെ കമ്മിറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് മലയാളത്തിന് ഇത്രയും പ്രിയപ്പെട്ട ഒരു ചിത്രം
ദൃശ്യം എന്ന സിനിമ കിട്ടുന്നത്. ദൃശ്യം എന്ന സിനിമ ക്ലാസിക്കായി മാറിയതുകൊണ്ടാണ് 2013 ദൃശ്യം ഇറങ്ങി 2023 നേര് എന്ന അദ്ദേഹത്തിൻ്റെ ജിത്തു ജോസഫിൻ്റെ പുതിയ സിനിമ ഇറങ്ങുന്നത്. ഓടുന്ന സിനിമയും ഓടാത്ത സിനിമയും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ ആയിരക്കണക്കിന് സിനിമകൾ കണ്ടു തള്ളിയിട്ടുണ്ട് ജിത്തു ജോസഫ്. ചങ്ങനാശ്ശേരി SP കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ജിത്തു ജോസഫിൻ്റെ മനസ്സിലേക്ക് സിനിമ വന്ന് കയറുന്നത്. അദ്ദേഹത്തിനൊരു കസിൻ ഉണ്ടായിരുന്നു, ബോബിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, രഞ്ജൻ. ബോബിയും രഞ്ജനും ജിത്തു ജോസഫും ചേർന്നൊരു തീരുമാനമെടുത്തു. ഏതായാലും പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞാലുടൻ പൂല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി സിനിമ പഠിക്കണം. ജിത്തു ജോസഫിൻ്റെ അച്ഛനെ മലയാളികൾ നന്നായി അറിയുന്നയാളാണ്. മൂവാറ്റുപുഴയിലെ മുൻ MLA ആയ VV ജോസഫ്. KM മാണി നേതൃത്വം നൽകിയ കേരള കോൺഗ്രസിൻ്റെ അമരത്തിരുന്ന ഒരാൾ. പിന്നീട് PJ ജോസഫിനോടും ചേർന്നെങ്കിലും അതിനുശേഷം അദ്ദേഹം മാണി സാറിൻ്റെ പാർട്ടിയിലേക്ക് മടങ്ങി വന്നു. നല്ലൊരു കർഷകനായിരുന്നു VV ജോസഫ്. നല്ലൊരു കർഷകൻ എന്നതിലുപരി നല്ല സിനിമകളെ സ്നേഹിക്കുന്ന നല്ലൊരു ക്രിസ്ത്യാനിയായിരുന്നു, നല്ലൊരു കേരള കോൺഗ്രസ്സുകാരനായിരുന്നു VV ജോസഫ്. പയ്യൻ ചങ്ങനാശ്ശേരിയിൽ സിനിമ കണ്ടിറങ്ങുകയാണെന്നുള്ള കാര്യമൊന്നും VV ജോസഫിന് അറിയുമായിരുന്നില്ല. പ്രീ ഡിഗ്രി നന്നായി പഠിച്ച് നല്ലൊരു കർഷകനാക്കി പയ്യനെ മാറ്റണം, അല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനീയറാക്കി മാറ്റണം എന്ന സ്വപ്നമാണ് VV ജോസഫ് MLAക്ക് ഉണ്ടായിരുന്നത്. ഏതായാലും ആദ്യം വിഷയം വീട്ടിൽ അവതരിപ്പിച്ചത് കസിൻ ബോബിയാണ്. പിന്നീട് രഞ്ജനും. രണ്ടുപേർക്കും നന്നായി വീട്ടിൽ നിന്നും കിട്ടി. ഒരാൾ എഞ്ചിനീയറിന് ചേർന്നു, മറ്റൊരാൾ MBBSന് ചേർന്നു. ഇനിയാണ് ജിത്തു ജോസഫിൻ്റെ കാര്യം. ഒരു ദിവസം സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛൻ VV ജോസഫിനോട് ജിത്തു ജോസഫ് തൻ്റെ വിഷയം അവതരിപ്പിക്കുന്നു. തനിക്കൊരു സിനിമാക്കാരനാവണം. അച്ഛൻ്റെ മറുപടി വിചിത്രമായിരുന്നു. നിനക്ക് തീർച്ചയായും സിനിമാക്കാരനാവാം. നമ്മുടെ കുടുംബത്തിൽ ഇനി ഒരു സിനിമാക്കാരനില്ലാത്ത കുറവ് വേണ്ട. ഏതായാലും നീ ബേസിക് എഡ്യൂക്കേഷൻ പൂർത്തിയാക്കൂ. ബേസിക് എഡ്യൂക്കേഷൻ എന്നാൽ എന്താണ്? അത് ബിരുദം. അങ്ങനെ എക്കണോമിക്സ് പഠിക്കാൻ ജിത്തു ജോസഫ് തീരുമാനിക്കുന്നു. എക്കണോമിക്സ് BA കഴിഞ്ഞാലുടൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചേരണം എന്നുള്ളതാണ് ആഗ്രഹം. അതനുസരിച്ച് BA കഴിഞ്ഞ ഉടനെ തന്നെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപേക്ഷ കൊടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടിയില്ല. ഇതിനിടയിൽ വന്നു ചേർന്ന മഞ്ഞപ്പിത്തമായിരുന്നു കാരണം. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻട്രൻസ് പരീക്ഷ ജിത്തു ജോസഫിന് എഴുതാൻ കഴിഞ്ഞില്ല. അങ്ങനെ അത് നഷ്ടമായി. അതോടെ ജിത്തു ജോസഫിനെ വിവാഹം കഴിപ്പിക്കുവാൻ പിതാവ് തീരുമാനിക്കുകയാണ്. നല്ലൊരു കർഷകനായ, നല്ലൊരു കേരള കോൺഗ്രസ്സുകാരനായ, നല്ലൊരു രാഷ്ട്രീയക്കാരനായ, നല്ലൊരു മനുഷ്യസ്നേഹിയായ VV ജോസഫ് അദ്ദേഹത്തെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ VV ജോസഫിന് അറിയാമായിരുന്നു വിവാഹം കഴിക്കുന്നതോടുകൂടി തന്നെ ജിത്തു ജോസഫിൻ്റെ സിനിമാ മോഹങ്ങളെല്ലാം കെട്ടടങ്ങുമെന്ന്. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. ഭാര്യയ്ക്ക് ഒരുപാട് എതിരഭിപ്രായങ്ങളുണ്ടായിരുന്നു ഭർത്താവ് സിനിമാക്കാരനാകുന്നതിൽ. പക്ഷേ ജിത്തു ജോസഫ് വിട്ടില്ല. ഒടുവിൽ ഭാര്യ തന്നെ അതിന് മുൻകൈയെടുത്തു. സംവിധായകൻ ജയരാജുമായി ബന്ധമുള്ള ഒരാൾ ഭാര്യയുടെ ബന്ധുത്വത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ജിത്തു ജോസഫ് സംവിധായകൻ ജയരാജിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി മാറുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മറ്റൊരു വഴിയിലേക്കാണ് തിരിച്ചു നടത്തിയത്. ഇന്ന് ഈ വർത്തമാനകാലത്ത് നേര് എന്ന പുതിയ സിനിമയിൽ എത്തി നിൽക്കുകയാണ് ജിത്തു ജോസഫിൻ്റെ സിനിമാ ജീവിതം. ശാന്തി മായാദേവി എന്ന പ്രശസ്തയായ അഭിഭാഷകയുടെ സാങ്കേതിക സഹായത്തോടെയാണ് നേര് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ളത്. ദൃശ്യം 2 എന്ന സിനിമയുടെ ചില കോടതി രംഗങ്ങൾ ശാന്തി മായാദേവിയുടെ സാങ്കേതിക സഹായം ആ തിരക്കഥയിലുണ്ടായിരുന്നു. ആ ചിത്രത്തിൽ അവർ പിന്നീട് അഭിനയിക്കുകയും ചെയ്തു. ഈ ചിത്രത്തിൽ ട്വിസ്റ്റും സസ്പെൻസും കുറവാണ്. തീർത്തും ഇമോഷണലായ ഒരു സിനിമ, തീർത്തും ഒരു മോഹൻലാൽ സിനിമ. നേര് പുറത്തിറങ്ങുമ്പോൾ ദൃശ്യത്തിന് ശേഷം വലിയൊരു പ്രതീക്ഷയായി മാറുകയാണ്. എന്തൊക്കെയായാലും ജിത്തു ജോസഫിൻ്റെ സിനിമകളിലൊക്കെ തന്നെ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ്റെ ഒരു നല്ല മനുഷ്യൻ്റെ സിഗ്നേച്ചറുണ്ട്. അദ്ദേഹത്തിൻ്റെ മോഹൻലാൽ കഥാപാത്രങ്ങളെപ്പോലെ തന്നെ അദ്ദേഹം നന്മ മാത്രം ശീലിച്ച ഒരു മധ്യ തിരുവിതാംകൂറുകാരനാണ്. അതിൻ്റെ എല്ലാ പ്രതിഫലനവും അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കഥകളിലും നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ദൃശ്യത്തിൽ നിന്നും നേരിലേക്ക് എത്തുന്ന ജിത്തു ജോസഫിൻ്റെ സിനിമാ ജീവിതം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അടുത്ത ലക്കം കാണുന്നതുവരെ നമസ്കാരം.